തങ്കച്ചിപ്പാറ തെങ്ങലാണ് നമ്മുടെ കൂടെ വരുന്നത്. ഇവിടുന്ന് ഒരു സ്റ്റാഫ് സെൽവം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് പോകുന്ന വഴിയിലും അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ ഇട്ടിരിക്കുന്നതിന് മെയിൻ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയേക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ ലഗേജ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് നമ്മൾ താമസിച്ച ഓർക്കിഡിൻ്റെ വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്. ആരെങ്കിലും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രക്കിങ്ങിന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് ട്രക്കിങ്ങിന് പോകുന്നത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ അക്ക തങ്കച്ചിപ്പാറയിലേക്കാണ്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ കാണാം. ഈ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോവാണ്. സെൽവം എന്നാണ് ഈ ചേട്ടൻ്റെ പേര് കേട്ടോ. ഈ ചേട്ടനാണ് വൈൽഡ് ഓർക്കിഡിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യുന്നത്. കുറേ കൂടെ ഫുൾ സപ്പോർട്ടിൽ നല്ല കുറച്ച് സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഇവിടെ നല്ല അപ്രോച്ച് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാഫുകളാണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാ, എസ്പെഷ്യലി നമുക്ക് സെൽവൻ ചേട്ടനും എല്ലാവരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തു വന്ന് ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ബോഡിമേട്ടിലേക്കാണ്. ബോഡിമേട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ 5.3 ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ധനുഷ്കോടി കൊച്ചി ദേശീയപാത നമ്മുടെ 85ൻ്റെ അവിടെ കൂടാണ് ഈ പോകുന്നത് ഇങ്ങോട്ട്. ഇതിപ്പം നമ്മുടെ കേരള തമിഴ്നാട് ഒരു അതിർത്തി പ്രദേശം കൂടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ബോഡിമേട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു വ്യൂ സ്ഥലമാണ്. പക്ഷെ നല്ലൊരു തന്നെ നമുക്ക് ലിറ്റിൽ മൂന്നാർ എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ലൊരു വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും അവിടെ പോയി അത് കണ്ടതിന് ശേഷം നമുക്ക് തമിഴ്നാട്ടിൽ തേനി പ്രദേശം ഏകദേശം കാണാമെന്നാണ് പറയണത്. അതുപോലെ നമ്മുടെ ഹിൽസ് കേരളവും അതിർത്തി പങ്കിടുന്ന പ്രദേശമുണ്ട്, നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ട്രക്കിംഗ് പ്ലേസായ അക്ക തങ്കച്ചിപ്പാറയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്നത് നമ്മൾ ദേശീയപാത നല്ലൊരു റോഡാണ്, അധികം തിരക്കില്ല, ടൂറിസ്റ്റുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട്. എന്നാലും വലിയ തിരക്കില്ലാതെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ. തിരക്കുമില്ല, പക്ഷെ നല്ല വീതിയെല്ലാം ഉണ്ട്, നല്ല റോഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നമ്മുടെ വീഡിയോയിലൂടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആനയിറങ്കൽ ഡാമുണ്ട് നമ്മുടെ ഇവിടെ. അപ്പം അതിൻ്റെ കൈവഴികളൊക്കെ നമുക്ക് പല നദികളും ഒക്കെ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ലാൻഡ് സ്ലൈഡിങ് നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. പിന്നെ നിറയെ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നല്ലൊരു ക്ലൈമറ്റാണ്, പെട്ടെന്ന് മൂടൽമഞ്ഞ് വരും, അതുപോലെ തെളിഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി നല്ല ക്ലൈമറ്റിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നല്ല മഞ്ഞ് കയറി വരുന്നുണ്ട്. അങ്ങനെ നല്ല കോടമഞ്ഞ് കയറി വന്ന് നല്ല ഡാർക്കായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ബോഡിമേട്ടിലേക്ക് അടുക്കും തോറും നമുക്ക് ഫ്രണ്ടിലാണ് ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര നമ്മുടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, തമിഴ്നാട് കേരള അതിർത്തിയുണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്, നമ്മുടെ പോകേണ്ട റൂട്ടൊക്കെ എഴുതി വെച്ചേക്കുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ക്ലിയർ അല്ല, നല്ല മഞ്ഞ് കയറിയത് ഫ്രണ്ടിൽ തൊട്ടടുത്ത് നിൽക്കുന്ന പോലും കാണാൻ പറ്റാത്ത പോലെ ഭയങ്കരമായിട്ട് മഞ്ഞ് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ തമിഴ്നാട്ടിൽ കൂടെ കുറച്ച് നേരം ഓടി ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഇനിയും വ്യൂ പോയിൻറ്റിൽ ചെന്നാലും ഈ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. നല്ല വ്യൂ പോയിൻ്റാണ്, ഇതിൽ പോകുന്നവർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ഒത്തിരി ഗൂഗിൾ റിവ്യൂ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് എന്തായാലും ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് നമ്മളെ ചതിച്ചു, അതുകൊണ്ട് നമുക്ക് എന്തായാലും വ്യൂ പോയിൻറ്റ് പോയിട്ടും പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ കോട മൂടി കിടക്കുന്നതുകൊണ്ട് വ്യൂ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് വണ്ടി തിരിക്കുകയാണ് ചെയ്തത്.
തമിഴ്നാട്ടിൽ കുറച്ച് ദൂരം വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു. എന്തായാലും ഈ ഒരു ക്ലൈമറ്റാണ് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പിള്ളേരെയും കൊണ്ട് വല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് കൊണ്ട് തിരിച്ചതേ നമ്മുടെ തമിഴ്നാട് ബോർഡറിൽ നിന്ന് കേരള ബോർഡറിലോട്ട് കയറുകയാണ്. കേരളത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാം മൂന്നാർ, തേക്കടി, എറണാകുളം എന്നുള്ള ഡിസ്റ്റൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലോട്ട് കയറി കുറച്ചങ്ങോട്ട് പോയതിന് ശേഷം ക്ലൈമറ്റിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ വഴി വരുന്നവർ മിസ് ചെയ്യരുത്, നന്നായിട്ട് എൻജോയ് ചെയ്യണം. ഒരു രാവിലെ ഇപ്പം ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കുറച്ച് വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. അതും ശരിക്കും ക്ലിയർ അല്ല, നമ്മൾ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട്, കോടമഞ്ഞ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒത്തിരി വണ്ടികളൊക്കെ നിർത്തി ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഡിസംബർ സമയത്തൊക്കെ ഒരു മഞ്ഞിൻ്റെ ഇതേ ഉള്ളൂ. അതല്ലാത്ത മാർച്ച്, ഏപ്രിലൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ആ വ്യൂ പോയിൻറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഡിസംബർ, ജനുവരിയൊക്കെ ഈ മഞ്ഞിൻ്റെയൊക്കെ സമയത്തുകൊണ്ടാണ്, അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലക്ക് പോലെ ഇരിക്കും പോയാലും കാണാൻ പറ്റുന്ന കാര്യം. ചിലപ്പോൾ കോട കയറി നമുക്കൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. പിന്നെ ഈ വ്യൂ പോയിൻറ്റിൽ നമ്മൾ പൂപ്പാറയിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഈ ബോഡിമെട്ട് എന്നുള്ള വ്യൂ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നമ്മുടെ മെയിൻ നമ്മൾ ഇറങ്ങിയ ലക്ഷ്യം, അതായത് നമ്മുടെ ട്രക്കിങ്ങിനുള്ള പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ഹൈവേ കൂടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് വളരെ അടുത്തുമാണ് ആ ട്രക്കിംഗ് പോയിൻറ്റ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇപ്പം വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടി പോയതാണ്. കുറച്ച് തിരിച്ചു പോകുമ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ട് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക അത്. അങ്ങനെ നമ്മൾ കൊച്ചി ധനുഷ്കോടി നമ്മുടെ ഹൈവേയിൽ നിന്ന് അക്ക തങ്കച്ചിപ്പാറയിലേക്കുള്ള റോഡിലേക്ക് കയറുകയാണ് കേട്ടോ. അറിയാലോ, ട്രക്കിംഗ് മലയുടെ മണ്ടയ്ക്കോട്ടാണ്. അപ്പോൾ ജീപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളീ പോകുന്ന രണ്ട് സൈഡിൽ കുറച്ച് ദൂരത്തോളം ഏലക്കൃഷിയുണ്ട് കേട്ടോ. നന്നായിട്ട് ഏലക്കൃഷിയുണ്ട് ഈ ഏരിയയിൽ. അത് കണ്ടപ്പോഴാണ്, ഏലത്തിൽ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം വിട്ടുപോയത് ഓർത്തത്. തമിഴ്നാട്ടിൽ ഏലക്കൃഷി നടക്കുന്ന ഏക സ്ഥലം ബോഡിമേട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിൽ ഏലക്കൃഷി നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരമേ ഉള്ളൂ ഏലക്കൃഷി എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ മല തന്നെയാണ്, കുത്തനെ കുറച്ച് ഏരിയ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ വലിയ മോശം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഇങ്ങനെ കല്ലൊക്കെ ഇളകി പോലെയും കിടക്കുന്നുണ്ട്. ഇനി അങ്ങനെയാണോ ഇവിടുത്തെ അറിയില്ല നമുക്ക് കൂടുതൽ ഇവിടുത്തെ റോഡുകളെ കുറിച്ചൊന്നും. എന്തായാലും നമുക്ക് മേളിലോട്ടൊന്ന് കയറാം. നമ്മൾ ഈ ട്രെക്കിങ് നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്ന വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിൽ താമസിക്കുന്നവരാരും മിസ് ചെയ്യരുത് കേട്ടോ. ഞാനും ട്രെക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എസ്പെഷ്യലി പിള്ളേരെയും കൊണ്ടൊക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര മോശമായിരിക്കും, എങ്ങനെയൊക്കെ ആയിരുന്നു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കയറി വന്നപ്പോഴല്ലേ നല്ല രസമുണ്ട്. നമ്മൾ കയറി വരുന്ന ഓരോ ബസ്സിലും നമുക്ക് എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും അസാധ്യ വ്യൂ ആണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇപ്പോൾ റീൽസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിനാണെങ്കിലും അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് നിർത്തി വരാൻ തോന്നുന്നു. നല്ല ക്ലൈമറ്റുമാണ്, നല്ല വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ല, ആനയിറങ്കൽ ഡാം ഇതിൻ്റെ അടുത്തായതുകൊണ്ട് അതിൻ്റെ ഓരോ കൈവഴികൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ നിന്ന് കുറച്ച് വെള്ളക്കെട്ട് നിങ്ങൾ കണ്ടു കാണും. അത് ആനയിറങ്കൽ ഡാമിൻ്റെ വേറൊരു കൈവഴിയാണ്. അപ്പം നമ്മൾ ആ ഡാമിൻ്റെ വ്യൂ മറ്റ് 3 കൈവഴിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അതെല്ലാം നമ്മൾ ഈ പോകുന്ന വഴിയിലും കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ചേട്ടൻ പറഞ്ഞു മലയുടെ മണ്ടയ്ക്ക് എത്തിയാലും നന്നായിട്ട് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ
മലയുടെ മണ്ടക്കെത്തി. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഹൈറ്റ് വന്നെന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ ഏരിയയിൽ വരുന്നവരൊക്കെ ഇവിടെ താമസിക്കുന്നതിൽ എസ്പെഷ്യലി നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത്ര ഹൈറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മലയ്ക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം ആ രണ്ട് പാറക്കമ്മല നിൽക്കുന്നതാണ്. ഒന്ന് അക്കയായിട്ടും ഒന്ന് തങ്കച്ചിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ അക്ക തങ്കച്ചി എന്ന പേര് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പൊക്കെ സൂം ചെയ്ത് കാണിച്ചത് ആനപ്പിണ്ടമാണ്. അതായത് ഇവിടെ നമ്മൾ റിസോർട്ടിൽ താമസിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒത്തിരി ആനകൾ ഇറങ്ങുന്ന ഏരിയ എന്ന് പറഞ്ഞായിരുന്നു അവർ. അതുപോലെ ആനകൾ ഇറങ്ങുന്നതിൻ്റെ അടുത്തനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പടക്കം പൊട്ടിക്കുന്ന കേൾക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പം എല്ലായിടും അത് നിറയെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. അപ്പോൾ ആന ഫാമിലിയായിട്ടൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പ്ലേസാന്ന് തോന്നുന്നുണ്ട്. നിറയെ ആനപ്പിണ്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഈ നിൽക്കുന്ന പുല്ല് നമ്മൾ പുൽത്തകിലും ഉണ്ടാക്കുന്ന പുല്ലാണ്. അതിൻ്റെ പുല്ലാണ് കേട്ടോ. അത് നമ്മൾ ആ പൊട്ടിച്ച് മണത്ത് നോക്കുമ്പം നല്ല സ്മെല്ല്, ആ പുൽത്തകിലത്തിൻ്റെ നല്ല മണമുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഏത് ആംഗിളിലേക്ക് നിന്നാലും നല്ല വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കാണുകയാണ്. നമ്മുടെ ഒരു സൈഡിൽ വലിയ മല കാടൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അവിടെ വന്നിട്ട് ആനകളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആന ഇപ്പോൾ പകലങ്ങനെ വലിയ ഇറങ്ങി വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സമയത്തൊക്കെ വന്ന് കാണാവുന്നതാണ്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആനയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ വലിയ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അറിയില്ല. എന്തായാലും നമ്മൾ അവിടെ നടന്ന് ഓരോ സൈഡിൽ കൂടി നടന്ന് കാണാൻ പറ്റി നല്ല വ്യൂ ആണ്. പിന്നെ അതിനോട് കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ കണ്ട് ആസ്വദിക്കുകയാണ്. പിന്നെ ഇവിടെ വരാൻ ഏറ്റവും നല്ല ക്ലൈമറ്റ് രാവിലെ തന്നെയാണ് കേട്ടോ. കാരണം രാവിലെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വെയിലാണ്. വെയിൽ വരുമ്പം മലയുടെ ഏറ്റവും മണ്ടയ്ക്ക് ആയതുകൊണ്ട് ഭയങ്കര ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ ഓരോ സൈഡിലേക്ക് നടന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോയും എടുത്ത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നല്ല കാറ്റുള്ളതുകൊണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. പിന്നെ അങ്ങനെ കോട ഇറങ്ങിയിട്ടില്ല. ക്ലൈമറ്റ് അത്ര ക്ലിയർ അല്ല. മഞ്ഞ് പോലെയും പിന്നെ അതുപോലെ മഴക്കോളൊക്കെ കയറി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ നടക്കാൻ വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഈ കാട്ടിൽ ആനയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ നിറയെ ആനപ്പിണ്ടവും കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും കാണും. ഞങ്ങൾ ആനയെ നേരിട്ട് കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടക്കുകയാണ്. ഇവിടെ നിന്ന് ആനയിറങ്കൽ ഡാമും അതിൻ്റെ കൈവഴികളും നന്നായി കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് അല്ലാതെ ആനയിറങ്കൽ ഡാം കാണാൻ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മൾ ഈ NH-ൻ്റെ സൈഡിൽ കൂടെ തന്നെ അതിൻ്റെ അങ്ങോട്ടുള്ള റൂട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വെയിലപ്പോൾ ചൂട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ജീപ്പിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ ഒരു സൈഡ് നല്ല വ്യൂ, അതുപോലെ ഇപ്പം തിരിച്ച് പോകുമ്പോഴും നല്ല വ്യൂ ഉണ്ട്. 2 സൈഡും നല്ല വ്യൂ ഉണ്ട്. നമ്മൾ വരുമ്പോൾ ഒരു സൈഡിൽ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറങ്ങി പോയപ്പോഴും കുറച്ച് നല്ല വ്യൂസ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഏറ്റവും റോഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ എത്ര മേളിലാണ് നിൽക്കുന്നതെന്ന് അത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴി പോകുന്നവരെന്തായാലും ഇവിടെ നിന്ന് വരണം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ, വൈൽഡ് ഓർക്കിഡ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കും നമ്മുടെ ആനയിറങ്കൽ ഡാമിൻ്റെ കുറേ കൈവഴികളും വ്യൂസൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നായിരുന്നു. ഇപ്പോൾ ഒരു അപകടം നടന്നതിന് ശേഷം നിർത്തി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ താമസിച്ച വൈൽഡ് ഓർക്കിഡിൻ്റെ വേറൊരു റിസോർട്ട് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രക്കിങ്ങിന് വരുന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ആ റിസോർട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തായാലും അതിൻ്റെ അടുത്തെത്തിയപ്പം അതും കൂടെ ഒന്ന്
റിസോർട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ താമസിക്കുന്ന വൈൽഡ് ഓർക്കിഡിൻ്റെ ഒരു റിസോർട്ടിൽ പണി ഏകദേശം തീർന്ന് ഏതാനും ദിവസങ്ങൾക്കകം താമസയോഗ്യമാകാത്ത രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കും. ആ രീതിയിൽ നിൽക്കുന്ന റിസോർട്ടാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ കോട്ടേജ് പോലല്ല, 6 റൂമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനോട് ചേർന്ന് വേറൊരു റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ട്രക്കിങ്ങിന് പോയ റൂട്ടിലായതുകൊണ്ട് എന്തായാലും ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പണിക്കാരൊന്നുമില്ല. അപ്പോൾ അതെന്തായാലും ലോക്കിട്ടേക്കാണ്. എന്തായാലും തുറന്ന് ഞങ്ങളൊന്ന് കയറി കണ്ടു. നല്ലൊരു വ്യൂ ആണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ മാനേറകൾ ഡാമിലെയും മറ്റു മലകളുടെ വ്യൂ കാണാൻ സാധിക്കും. നല്ല കാറ്റുമുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്. 6 ഫാമിലിക്ക് താമസിക്കത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ. പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഫുഡ് നമുക്ക് ഒരു റിസപ്ഷൻ സെൻറ്റർ, റെസ്റ്റോറൻറ്റിൽ നമുക്ക് അവിടെ കിച്ചണും ഉണ്ട്. താഴെ കിച്ചൺ, മേലെ റെസ്റ്റോറൻറ്റ് എന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു ചെറിയൊരു കാഴ്ചകളും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ നമ്മുടെ ട്രെക്കിങ്ങും അതുപോലെ വൈൽഡ് ഓർക്കിഡിൻ്റെ പുതുതായി പണി തീർന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ടും കണ്ടിട്ട് ഞങ്ങൾ മെയിൻ റോഡിലെത്തി. നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് പോവുകയാണ്. നമ്മൾ ലഗേജ് എല്ലാം പോകുന്നതിന് മുൻപ് ട്രക്കിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇനി നമുക്ക് വണ്ടി കയറി തിരിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വണ്ടി പാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി ചെറുതായിട്ട്. ഇനി മഴ ശക്തിയാകുന്നതിന് മുമ്പ് നമുക്ക് കയറണം. എന്തായാലും ഞാനീ കാണിച്ചൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. നമ്മൾ താമസ റിസോർട്ടിൻ്റെ നമ്മൾ ട്രക്കിങ്ങിന് പോയ വഴിക്ക് കണ്ടതുകൊണ്ട് കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വഴിക്ക് വരുന്നെങ്കിൽ താമസിക്കാൻ നല്ലൊരു റിസോർട്ടായതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. തിരിച്ച് നമ്മൾ എറണാകുളത്തിന് പോവുകയാണ് ഇനി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.